ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഹിമാചൽ പ്രദേശിൽ നിന്നൊരു പ്രണയകഥ, ഒരു സിനിമ പോലെ ഒരു ഓഡിയോ കേൾക്കാം. ഹിമാചൽ പ്രദേശിൽ നിന്നൊരു പ്രണയകഥ. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ഗിരി, ജ്വാലാമുഖി, വീരഭദ്ര സിംഗ്, മണികരൺ, സച്ചി, രബി, യമുന. ഇത്രയും പേരാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കഥയിലേക്ക്, അല്ലെങ്കിൽ ഈ സിനിമ കഥയിലേക്ക് പോകാം. ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ. ഈ ഹിമാചൽ പ്രദേശിലെ പ്രമുഖനായിട്ടുള്ളൊരു കാരണവരായിരുന്നു വീർഭദ്ര സിംഗ്. അതായത് ഇപ്പോഴത്തെ ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മെമ്പറായ വീർഭദ്ര സിംഗ്. ഓക്കെ. വീർഭദ്ര സിംഗിൻ്റെ ഏക മകളായിരുന്നു ജ്വലിക്കുന്ന സൗന്ദര്യമുള്ള ജ്വാലാമുഖി. ജ്വാലാമുഖി എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിലെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമാണ്. അവൾ എങ്ങനെ ഇത്ര സുന്ദരിയായി എന്നുള്ള പലരുടെയും ചോദ്യത്തിന് ഒരു രഹസ്യമുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ താഴ്വര എന്നറിയപ്പെടുന്ന കുളു, അവിടെ കുറേ വെളുത്ത സോളൻ എന്നു പേരുള്ള കൂൺ ഉണ്ട്. ആ കൂൺ പറിച്ചെടുത്ത് തിന്നിട്ടാണ് ഇവൾ ഇത്രയും വെളുത്ത സുന്ദരിയായത്. അതായത് ദൈവത്തിൻ്റെ താഴ്വര എന്നറിയപ്പെടുന്ന കുളു ഹിമാചൽ പ്രദേശിലാണ്. അതേപോലെ തന്നെ സോളൻ, കുമിൾ നഗരം അല്ലെങ്കിൽ മഷ്റൂം സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് സോളൻ ഹിമാചൽ പ്രദേശിലാണ്. സെൻട്രൽ മഷ്റൂം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് സോളൻ ആണ്. അപ്പോൾ ഈ കൂണുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ ഈ സോളനിലാണ്, ഹിമാചൽ പ്രദേശിലാണ്. അപ്പോൾ ഈ വെളുത്ത സോളൻ എന്ന് പറയുന്ന കൂൺ തിന്നിട്ടാണ് നമ്മുടെ ജ്വാലാമുഖി ഇത്രമാത്രം സുന്ദരിയായത്. അവളുടെ കൂടെ കൂൺ പറിക്കാനായിട്ട് 2 കൂട്ടുകാരും ഉണ്ട്. ഈ കൂട്ടുകാരെന്ന് വെച്ചാൽ 2 പഠിക്കാണ്ട് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയത്. ക്ലാസ്സിൻ്റെ പണ്ടൊക്കെ പഠിക്കാണ്ട് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാക്കിൽ ഒരു കുരങ്ങൻ്റെ പോലെ ഒരു വാല് വയ്ക്കും. അപ്പോൾ പിന്നിൽ വാലുണ്ട് ഈ 2 കൂട്ടുകാർക്കും. റോഹിയയും കലാതോഷുമാണ് ഇവരുടെ കൂട്ടുകാർ കൂൺ പറിക്കാൻ പോകുന്നത്. റോഹിയയും കലാതോഷും, ഇവർക്ക് 2 പിന്നിൽ വാലും ഉണ്ട്. അപ്പോൾ റോഹിയ പിൻവാലി എന്ന് ഇവരെ വിളിക്കുകയും ചെയ്യും കേട്ടോ, കളിയാക്കിയിട്ട് കൂട്ടുകാർ. അപ്പോൾ റോഹിയ, കലാതോഷ്, പിൻവാലി ഇതെല്ലാം ഹിമാചൽ പ്രദേശിലെ വന്യജീവി സങ്കേതങ്ങളാണ്. നമ്മൾ കൂൺ പറിച്ച് തിന്നും. അവരും കുഴപ്പമില്ല, കാണാനായിട്ട് സാമാന്യം വെളുത്തിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ജ്വാലാമുഖി ശനി ഞായർ ദിവസങ്ങൾ ഇവർ ആരില്ലാണ്ട് ഒരു മുഴുത്ത ആപ്പിൾ കടിച്ചുകൊണ്ട്, അതായത് ആപ്പിൾ സംസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്ന ഹിമാചൽ പ്രദേശാണ്, ആപ്പിൾ കടിച്ചുകൊണ്ട് ചാന്ദ്വിക് വെള്ളച്ചാട്ടത്തിൽ കൈകാലിട്ട് ഇങ്ങനെ അടിക്കും. പാദസരമുള്ള കാലൊക്കെ ഇട്ട് ഇങ്ങനെ അടിക്കണ നല്ല രസമല്ലേ? അപ്പം ചാന്ദ്വിക് വെള്ളച്ചാട്ടം എന്ന് പറയുന്ന വെള്ളച്ചാട്ടത്തിൽ കൈകാലിട്ട് അടിക്കലാണ് നമ്മുടെ ജ്വാലാമുഖിയുടെ ഒരു ഹോബി. എന്താ അല്ലേ? അപ്പോൾ ഈ ചാന്ദ്വിക് വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിലെ പ്രശസ്തമായ വെള്ളച്ചാട്ടമാണ്. പക്ഷേ അവിടെ ഒരു അപകടം പതിയിരിക്കുന്ന കാര്യം അവൾക്കറിയില്ലായിരുന്നു. ആ വെള്ളത്തിൽ നാന്ദ്പ ജാങ്ക്രി എന്ന് പറയുന്ന ഒരു അസുരനുണ്ട്. ആ വെള്ളത്തിൽ വസിക്കുന്ന അസുരൻ അവളുടെ കാൽ അടിയിലേക്ക് പെട്ടെന്ന് പിടിച്ചു വലിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ നാന്ദ്പ ചാക്രി എന്ന് പറയുന്ന ഇന്ത്യയിൽ ഭൂമിക്കടിയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് നാന്ദ്പ ചാക്രി പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ വലിക്കുകയാണ്. ഈ സമയത്താണ് ജലസേചന വകുപ്പിൽ ജോലിയുള്ള ഗിരിയും കൂട്ടുകാരനായ മണികരൺ എന്ന് പറയുന്നൊരു ചൂടനാണ്. ഈ ജലസേചന വകുപ്പിൽ ജോലിയുള്ള ഗിരിയും കൂട്ടുകാരനായ മണികരണം അന്നത്തെ അത്താഴത്തിനുള്ള പൊട്ടറ്റോ പറിക്കാനായിട്ട് അതുവഴി വരുന്നത്. പാവങ്ങൾ വലിയ തട്ടുമുട്ടിയൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ്. ജലസേചന വകുപ്പിൽ ജോലിയുണ്ട് ഗിരിക്ക്, ശമ്പളമൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഗിരി ജലസേചന പദ്ധതിയും ഈ മണികരൻ എന്ന് പറഞ്ഞ ചൂടനായിട്ടുള്ള ഫ്രണ്ട് ഉണ്ടല്ലോ, മണികരൻ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ചൂട് നീരുറവിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ് മണികരൺ എന്ന് പറയുന്നത്. ഇത് 2 ഹിമാചൽ പ്രദേശിലാണ്. അങ്ങനെ ഗിരിയും മണികരണം പൊട്ടറ്റോ പറിക്കാനായിട്ട് അതുവഴി വരുന്നു. ചൂടനായ മണികരൻ ഇത് കണ്ടിട്ട് അലമുറയിട്ടു. ഗിരി ചാടി ജ്വാലാമുഖിയെ രക്ഷിച്ചു. പിന്നെ പ്രണയത്തിൻ്റെ ദിനങ്ങളായിരുന്നു. അവർ 2 പേരും സിംലയിൽ രാഷ്ട്രപതി നിവാസിൽ അവർ പരസ്പരം സ്വപ്നങ്ങൾ പങ്കുവച്ചു. പിന്നീടുള്ള ദിവസങ്ങളെല്ലാം നിറമുള്ള ഒരു പ്രിയദർശൻ സിനിമ പോലെ ആയിരുന്നു. വർണ്ണനിറങ്ങളിലുള്ള റിബണുകൾ ഇങ്ങനെ പാറിപ്പറന്നുകൊണ്ട് നമ്മുടെ ചിത്രം സിനിമയിൽ അല്ലേ, മോഹൻലാലും രഞ്ജിനി ഹരിദാസും
ചിത്രം സിനിമ തന്നെയല്ലേ, അതിലിങ്ങനെ റിബണൊക്കെ പറത്തിയിട്ട് വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഓടില്ലേ, അതേപോലെ നമ്മളുടെ ഗിരിയും ജ്വാലാമുഖി ഇങ്ങനെ ആസൂത്രിതമായ പർവ്വതനിരകളിലൂടെ ന്യൂ ബിലാസ്പൂറാണ് ആസൂത്രിതമായ പർവ്വതനിര. അപ്പം പർവ്വതനിരകളിലൂടെ ഇങ്ങനെ കളർഫുൾ റിബണിലൂടെ ഇട്ടിട്ട് ഓടി ഒരു ഡ്യുവറ്റ് സോങ് ആണ് കേൾക്കുന്നത്. അങ്ങനെ അവരുടെ പ്രണയം പൂത്തുലഞ്ഞ ദിനങ്ങളിൽ വീട്ടുകാർ വിവാഹത്തിന് സമ്മതിക്കാത്തതിനാൽ അവരൊരു തീരുമാനമെടുത്തു. അവർ 1956 ചൈനീസ് ആക്രമണത്തെ തുടർന്ന് ഇന്ത്യയിലേക്ക് വന്ന ദലൈ ലാമ മുത്തശ്ശൻ്റെ അടുത്ത് പോയിട്ട് അവർ പരസ്പരം കല്യാണം കഴിച്ചു. അങ്ങനെ മുത്തശ്ശൻ്റെ സാന്നിധ്യത്തിൽ ജീവിതം ആരംഭിച്ചു. ഈ പിള്ളേർ കല്യാണം കഴിച്ചല്ല, പക്ഷെ കയ്യിൽ പൈസയൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്തു, ദലൈ ലാമ എന്തായാലും കല്യാണമൊക്കെ കഴിച്ചതല്ലേ, ലിറ്റിൽ ലാസയുടെ ഐസ്ക്രീം വാങ്ങാനായിട്ട് പൈസ കൊടുത്തു. അതായത് ദലൈ ലാമയുടെ വാസസ്ഥലം എന്നറിയപ്പെടുന്ന ധർമ്മശാലയുടെ മറ്റൊരു പേരാണ് ലിറ്റിൽ ലാസ എന്ന് പറയുന്നത്. അങ്ങനെ ജീവിക്കണ്ടേ രണ്ടുപേർക്കും. ഗിരി പുതുതായി പരലൂപ്പിൻ്റെ ബിസിനസ് ആരംഭിച്ചു. പരലൂപ്പ് എന്ന് പറയുന്നത്, പരലൂപ്പ് അറിയാമല്ലോ, നമ്മളുടെ ഇപ്പോഴത്തെ ഈ കല്ലുപ്പ് എന്നൊക്കെ പറയില്ല, അതന്നെ പരലൂപ്പിൻ്റെ ടേസ്റ്റ് നോക്കി മണ്ടിയായി ആര് മാറി, നമ്മുടെ ജ്വാലാമുഖി മാറി. ഇപ്പോൾ ആപ്പിളൊന്നും കിട്ടാനില്ല പണ്ടത്തെ പോലെ, ഒളിച്ചോടി പോയവരൊക്കെ ഗതി തന്നെ. അപ്പോൾ ഉപ്പാണ് ടേസ്റ്റ് ചെയ്ത് ഇപ്പോൾ മണ്ടിയുടെ പോലെ നമ്മുടെ ജ്വാലാമുഖി. അപ്പോൾ മാണ്ടി എന്ന് പറയുന്ന സ്ഥലം പരലൂപ്പിന് പ്രശസ്തമാണ്. അങ്ങനെ ഗിരി ഉപ്പ് ബിസിനസ്സിലൂടെ വലിയൊരു മുതലാളിയായി. എല്ലാവർക്കും ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങി. അതായത് എല്ലാ കുടുംബത്തിനും ഒരു ബാങ്ക് അക്കൗണ്ട് എന്ന പദ്ധതി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. അങ്ങനെ ഈ ദാമ്പത്യവലരിയിൽ ജ്വാലാമുഖി ദാമ്പത്യവലരിയിൽ 2 ആൺമക്കളും ഒരു പെൺകിടാവും ഉണ്ടായി. ആ 2 ആൺമക്കളുടെ പേരാണ് രബി, സച്ചി. രബി എന്ന് പറയുന്നത് 2 നദികളാണ്, രവിയും ബിയാസും. സച്ചി എന്ന് പറയുന്നത് 2 നദികളാണ്, സത്ലജും ചിനാബും. അപ്പോൾ 2 ആൺമക്കളുടെ പേരുകളിൽ നിന്ന് 4 നദികളുടെ പേര് കിട്ടണം. അപ്പോൾ രവി, ബിയാസ്, രബി എന്ന ചെക്കനും സച്ചി എന്ന ചെക്കനും, സത്ലജ്, ചിനാബ്, പിന്നെ യമുന എന്നൊരു പെൺകുട്ടിയുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 2 ആൺപിള്ളേരും രബിയും സച്ചിയും യമുനയും. ഋതുക്കൾ മാറി മറഞ്ഞു. അതായത് ഋതു സംസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രദേശം നമ്മുടെ ഹിമാചൽ പ്രദേശാണ്. ഇന്ത്യയിലെ പ്രഥമ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി വോട്ടെടുപ്പ് നടത്തിയ കുടുംബം എന്ന ഖ്യാതി വരെ ആ കുടുംബത്തിനുണ്ടായി. ഈ സമയത്താണ് ചുറ്റും പർവ്വതങ്ങൾ നിറഞ്ഞ ആ സ്ഥലത്തു നിന്നും അവരൊരു ടൂർ പോകാനായിട്ട് ആഘോഷിച്ചത്. അതായത് ഇന്ത്യയിൽ പ്രഥമ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആദ്യമായി വോട്ടെടുപ്പ് നടത്തിയ സംസ്ഥാനമാണല്ലോ, അത് അവർ ഒരു ടൂർ പോകാനായിട്ട് ആഘോഷിക്കുകയാണ്. അങ്ങനെ മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന ഗജിയാറിലേക്ക് അവർ ടൂർ പോകാനായിട്ട് ഗിരിയും കുടുംബവും തയ്യാറായി. അങ്ങനെ യാത്രയ്ക്ക് പോകുമ്പോൾ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യും. ഒരു ലഡുവും കായവറുത്തുമാണ് പാക്ക് ചെയ്തത്. ലഡുവും കായവറുത്തുമാണ് പാക്ക് ചെയ്തത്. ലഡു എന്നാൽ ലൂഡി, കായവറുത്തെന്ന് പറഞ്ഞാൽ കായങ്ക. അത് ലൂഡിയും കായങ്കയുമാണ് ഹിമാചൽ പ്രദേശിലെ നൃത്തരൂപങ്ങൾ. അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ചകൾ അവരെ വിസ്മയിപ്പിച്ചു. മിക്കവർക്കും ഓട്ടോമാറ്റിക് ടെലഫോൺ എക്സ്ചേഞ്ചിൽ ജോലിയുണ്ട്. മാത്രമല്ല അവർ ആരും പുകവലിക്കുന്നുമില്ല. അപ്പോൾ പുകവലിക്കാത്ത ഇന്ത്യൻ സംസ്ഥാനവും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ടെലഫോൺ എക്സ്ചേഞ്ച് നിലയിൽ വന്ന ആദ്യ സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. മാത്രമല്ല എല്ലാവരും തുണിസഞ്ചിയിലാണ് സാധനങ്ങൾ വാങ്ങുന്നത്. പരിസര മലിനീകരണം ഒഴിവാക്കാനായിട്ട് എല്ലാവരും തുണിസഞ്ചിയിലാണ് സാധനങ്ങൾ വാങ്ങുന്നത്. അങ്ങനെ ഹിമാചൽ പ്രദേശ് അതായത് ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് നിരോധിത സംസ്ഥാനവും ആദ്യത്തെ കാർബൺ വിമുക്ത സംസ്ഥാനവും ഹിമാചൽ പ്രദേശാണ്. അങ്ങനെ എല്ലാ രീതിയിലും ഹിമാചൽ പ്രദേശ് ഹൈടെക് നിയമങ്ങൾ കൊണ്ടുവന്നതറിഞ്ഞ് ഗിരി സന്തോഷിച്ചു. ഹൈടെക് നിയമങ്ങൾ എന്ന് പറഞ്ഞത് ഹൈടെക് നിയമസഭ നിലയിൽ വന്ന ആദ്യത്തെ സംസ്ഥാനമാണ് നമ്മുടെ ഹിമാചൽ പ്രദേശ്. അപ്പോൾ ആ സമയത്താണ് ഇങ്ങനെ ഇവർ പലതും കണ്ട് ആഘോഷിച്ച് നടക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ ഗിരിയുടെ ഏക സഹോദരിയായ ലീല സേത്ത് വിളിക്കുന്നത്. ചേട്ടാ, ഞാൻ ഇന്ത്യയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസായിട്ട് ജോയിൻ ചെയ്ത്, ഏട്ടൻ എന്ത് വേണം സന്തോഷമായിട്ട്. അപ്പോൾ ഗിരി പറഞ്ഞു, നീ ഒരു ദിവസം ഹസ്ബൻഡായ ഡൽഹൌസിയുമായിട്ട് വീട്ടിലേക്ക് വാ, എനിക്ക് ആവശ്യമുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കാനായിട്ട് ഞാൻ ജ്വാലാമുഖിയോട് പറയും. പലഹാരം എന്ന് പറയുമ്പോൾ പഹാരി ഭാഷയാണ് ഹിമാചൽ പ്രദേശിലെ ഭാഷ. ഡൽഹൌസി എന്ന് പറയുന്ന സുഖവാസ കേന്ദ്രം അവിടെയാണുള്ളത്, ഹിമാചൽ പ്രദേശിലാണുള്ളത്. അപ്പോൾ അതല്ല ചേട്ടാ, എന്ത് പറയും, വേറെ എന്താണ് ഞാൻ ചെയ്യേണ്ടത്?
അപ്പോൾ നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നമ്മുടെ യമുന മോൾക്ക് സ്റ്റേറ്റ് ഡാറ്റാ സെൻറ്ററിൽ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്താൽ മതി. സച്ചിക്കാണെങ്കിൽ അവനിവിടെ ജോലിയില്ലാതെ അലഞ്ഞു തിരി. അടുത്തിടെ നിലയിൽ വന്ന കേന്ദ്ര വിധാൻ അക്കാദമിയിൽ എന്തെങ്കിലും ജോലി അത് പറഞ്ഞു. അപ്പോൾ ലീല അതെല്ലാം ഏറ്റുകൊണ്ട് സമ്മതിച്ചു. അപ്പോൾ യമുന മോൾക്ക് സ്റ്റേറ്റ് ഡാറ്റാ സെൻറ്റർ സംവിധാനം നിലയിൽ വന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനവും അടുത്തിടെ കേന്ദ്ര വിധാൻ അക്കാദമി നിലയിൽ വന്ന സംസ്ഥാനവും ഹിമാചൽ പ്രദേശാണ്. നിനക്കിഷ്ടമുള്ള ഫോൺ ജ്വാലാമുഖിക്ക് കൊടുത്തപ്പോൾ നിനക്കിഷ്ടമുള്ള ഗദ്ദീസ്, ഗുജ്ജർ, കിനാര എന്നീ സ്വീറ്റ്സൊക്കെ ഞാൻ ഉണ്ടാക്കി വെക്കുന്നുണ്ടെന്നും പറഞ്ഞു. ഗദ്ദീസ്, ഗുജ്ജർ, കിനാര എന്ന് പറയുന്ന സ്വീറ്റ്സ് എന്ന് പറയുന്നത് ഇവരെല്ലാം ആദിവാസികളാണ്. ഈ ഗദ്ദീസ്, ഗുജ്ജർ, കിനാര എന്ന് പറയുന്ന സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കാനായിട്ട് ജ്വാലാമുഖി തയ്യാറായി. ഇത്രയുമാണ് ഹിമാചൽ പ്രദേശിൻ്റെ കഥ. അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ കഥയാണ് നിങ്ങൾ ഈ ഇതിൽ കേട്ടത്. അപ്പോൾ ഹിമാചൽ പ്രദേശ് സംസ്ഥാനം നിലയിൽ വരുന്ന 1971 ജനുവരി 25-നാണ്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് വീരഭദ്ര സിംഗ്. തലസ്ഥാനം സിംലയാണ്. പ്രധാന ഭാഷകൾ പഹാരി, ഹിന്ദി. പ്രധാന നൃത്തരൂപങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലഡുവും കായവറുത്തല്ല, ലൂഡിയും കായങ്കയുമാണ്. പ്രധാന നദികൾ യമുന, സച്ചി, സത്ലജ്, ചിനാബ്, രവി, ബിയാസ്. ഇത്രയുമൊക്കെയാണ് നമ്മുടെ ഹിമാചൽ പ്രദേശിൽ. ഇനി ഹിമാചൽ പ്രദേശിലെ ദേശീയ പക്ഷി എന്ന് പറയുന്നത് ജുജുറാണയാണ്. ജുജുറാണ എന്ന് പറയുന്ന ഒരു നല്ല ഭംഗിയുള്ള ഒരു കിളിയാണ് അവിടുത്തെ ദേശീയ പക്ഷി. മാത്രമല്ല അവിടുത്തെ ദേശീയ